ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട മാങ്കുളം നിവാസികളെ വഴിയിൽ തടഞ്ഞു നിർത്തി കേസെടുത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി വേണമെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ഗവൺമെന്റ് തലത്തിൽ ഇടപെടലുണ്ടാകണം. ജനങ്ങൾക്ക് നേരെ കുതിര കയറുന്നതിനുള്ള അധികാരം വനംവകുപ്പിന് ആരും കൽപ്പിച്ചു നൽകിയിട്ടില്ല. ധിക്കാര നടപടിയിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിന്മാറിയില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് എം പി മുന്നറിയിപ്പ് നൽകി. മാങ്കുളത്ത് ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. മാങ്കുളം നിവാസികളായിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ ഇന്നത്തെ ദിവസം കുട്ടമ്പുഴയിൽ നടത്തിയ ജനകീയ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംഘമായി എത്തിയത്. അവിടുത്തെ വികാരി അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആ സംഘത്തിലുണ്ടായിരുന്നു. അവർ ആലുവ മൂന്നാർ റോഡ്, പഴയ ആലുവ മൂന്നാർ റോഡ് തുറന്നു കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോതമംഗലത്തെ മുൻ ബിഷപ്പ് അഭിനന്ദനായ ജോർജ് പുന്നക്കുട്ടിൽ പിതാവിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിലാണ് എം പി എന്നുള്ള നിലയിൽ ഞാനും, അതോടൊപ്പം തന്നെ കോതമംഗലം MLA ശ്രീ ആന്റണി ജോണും ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തിയ ജനകീയ സമരത്തിൽ പങ്കെടുത്തത്. ആലുവ മൂന്നാർ റോഡ് രാജപാതയായിരുന്നു. പിന്നീട് അത് അടച്ചു കളഞ്ഞതാണ്. അത് തുറന്നു കിട്ടേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ്. ആ പ്രദേശത്തുള്ള 2-3 പഞ്ചായത്തുകാർ പൂർണ്ണമായി അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അപ്പോൾ ഒരു ജനകീയ സമരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അവകാശപ്പെട്ട സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെക്കോർഡ്സിൽ തന്നെ ഉള്ള ആ രാജപാത അത് തുറന്നു കിട്ടണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനാവശ്യമായി അത് അടച്ചു വെച്ചിരിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധകരമാണ്. ആ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ജനകീയ പ്രക്ഷോഭവുമായി ഞങ്ങൾ മുൻപോട്ട് പോയി. അതിനുശേഷം തിരിച്ചുപോയ മാങ്കുളത്തേക്ക് തിരിച്ചു പോയിട്ടുള്ള ആളുകളെയാണ് നെടുമ്പാശ്ശേരിയിൽ അവിടെ ചെക്ക് പോസ്റ്റിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ തടഞ്ഞു നിർത്തി കേസെടുത്തിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ, നീതിരഹിതമായ ഫാസിസ്റ്റ് നടപടിയാണ്.